യെസ്, ഓൺലി 3 things. കൂടുതൽ സംസാരിക്കുന്നില്ല. ഓൺലി 3 things. യെസ് യെസ് യെസ്. സോ എന്താണ് ഒന്നാമത്തത്? ഒരേ വേർഡ്, ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? യെസ് യെസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഒരു ഫോക്കസ് ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗോൾ, ബിക്കോസ് നിങ്ങളെല്ലാവരും ജോബ് മാർക്കറ്റിലേക്ക്, ജോലിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഒരു 5, 10 ഇല്ല 15 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ? യെസ്, അപ്പോഴാണ് നിങ്ങൾ ജോലിയിലേക്ക് പോകുന്നത്. ജസ്റ്റ് ഇമാജിൻ, ആ സമയത്തിൽ എത്രയെല്ലാം ചേഞ്ചസ് ഉണ്ടായിരിക്കും. യെസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്, റോബോട്ട്സ് വരുന്നുണ്ട്, ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിരിക്കും. യെസ് യെസ്, ഒരു 10-15 വർഷത്തിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്തിൽ സോ വാട്ട് ഈസ് ഹൂ വിൽ ബി വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ആരാണ് ഫോക്കസ് ചെയ്യുന്നതും ആർക്കാണ് സ്കിൽസ് ഉള്ളതും അവരാണ് ദേ വിൽ ബി ദ പീപ്പിൾ ഹൂ വിൽ ബി ഇൻ ഡിമാൻഡ് ആൻഡ് വിൽ ബി റെസ്പെക്റ്റഡ്. സോ ദിവസങ്ങൾ നമ്മൾ ടൈം പോവും, ടൈം വിൽ നോട്ട് വെയിറ്റ് ഫോർ എനി വൺ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ ആഴ്ചകളാവും, ആഴ്ചകൾ മാസങ്ങളാവും, മാസങ്ങൾ കൊല്ലങ്ങളാവും. ആൻഡ് യു സീ ആൻഡ് ദെൻ 10 വർഷം പോയതായിരിക്കും, 10 years would have gone. പക്ഷെ അതിന് പകരം ഇഫ് യു സ്റ്റാർട്ട് early, നിങ്ങളുടെ ഒരു ഫീൽഡ് ഫിക്സ് ചെയ്യണം. മേ ബി അത് അക്കാഡമിക്സ് ആയിരിക്കാം, IAS IPS ആയിരിക്കാം, ഇല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം, ഒരു ബോഡി ബിൽഡിംഗ് ആയിരിക്കാം, ഒരു ഫാഷൻ ഡിസൈനിങ് ആയിരിക്കാം, ഒരു ആർട്ടിഫിഷ്യൽ AI ടെക്നീഷ്യൻ ആയിരിക്കാം. വാട്ട് എവർ മേ ബി, കുറച്ച് നേരത്തെ തന്നെ ഒരു ഗോൾ, ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? യെസ്. പിന്നെ ആ ഫോക്കസ് ഏരിയയിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികളല്ലേ, ഒരു ചെസ് എന്ന് പറഞ്ഞാൽ they will start at the age of 5. 5 വർഷത്തിൽ തന്നെ കളിക്കും. they will start playing chess. ഒരു സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ 3-4 വയസ്സിൽ തന്നെ തുടങ്ങും. then they will go to become national and international champions. yes, so starting early with a focus is very very important. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് കിട്ടും, നിങ്ങളുടെ സ്കിൽക്കും നിങ്ങൾക്കും ഒരു വാല്യൂ ഈ ജോബ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. സോ ഇഫ് യു വാണ്ട് ടു ബി ഫ്യൂച്ചർ റെഡി, ഇപ്പോൾ തന്നെ ആലോചിക്കാൻ ശ്രമിക്കണം. മേ ബി ഒരു 2-3 years കഴിഞ്ഞ ശേഷം ആ ഫോക്കസ് വേറെ ആയിരിക്കാം. Now you may be thinking that I want to become doctor, but after few years you will think no, I want to do ഒരു ഗ്രീൻ ഓൺട്രപ്രണർ ആവണം എന്നും നിങ്ങളുടെ ആലോചന മാറുന്നതായിരിക്കും. പക്ഷെ എപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടാവണം. യെസ്, ഒരു ഏരിയ ഓഫ് വർക്കിംഗ്. ഇഫ് യു ആർ ഫാഷൻ ഡിസൈനിങ്, എല്ലാ ദിവസവും അതിരുടെ യൂട്യൂബ് വീഡിയോസ് പഠിക്കണം, ഏതെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് പോകണം, അതിലൂടെ ആരാണ് ഇപ്പോഴുള്ള ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അവർത്തോട്ട് ഇന്ററാക്ട് ചെയ്യണം, അവർ എന്താണ് ചെയ്തതെന്ന് പഠിക്കണം. സോ ഇങ്ങനെ ഒരു ഫോക്കസ് ഏരിയ എത്ര ചെറിയ ഏജിൽ ചെയ്യാൻ പറ്റുമോ ആ ഏജിൽ തന്നെ എടുത്തിട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഫോർ ഇറ്റ്. അതാണ് ഫസ്റ്റ് തിങ്. വിൽ യു ഡു ഇറ്റ്? യെസ് യെസ്. ജസ്റ്റ് ഡിഗ്രി മാത്രം കിട്ടിയാൽ മതിയാൻ പോകുകയില്ല. നെക്സ്റ്റ് ഒരു 10-15 years കഴിഞ്ഞ ശേഷം യു ഹാവ് ടു ബി റിയലി സ്കിൽഡ് അല്ലേ? അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറെ സമയം എടുക്കും. യു ഹാവ് ടു ഡു ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അവേഴ്സ്, എത്ര മണിക്കൂർ നമ്മൾ അതിൽ ചെലവ് ചെയ്യും. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സ്കിൽ വേണം, എങ്ങനെ സ്മാർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതാണ് ഒന്നാമത്തത്. ദാറ്റ് ഈസ് ഫോക്കസ്. രണ്ടാമത്തത് സ്ക്രീൻ ടൈം കുറയ്ക്കണം. ചെയ്യാൻ പറ്റുമോ? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് കുറയ്ക്കണമെന്ന്, ഇല്ലാതാക്കാൻ പറ്റില്ല അല്ലേ? ഇന്നത്തെ ഉള്ള 2025 എന്ന് പറയുമ്പോൾ എല്ലാ പ്ലേസസിലും സ്ക്രീൻസ് ഉണ്ട്. കോളേജിലും സ്കൂളിലും ഈവൻ എഡ്യൂക്കേഷൻ കൂടെ ഓൺലൈനായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള സമയത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഓൺലൈനിലുണ്ട്. തീരെ വിടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറയ്ക്കണം, നന്നായിട്ട് കുറയ്ക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാലല്ലേ, ഇല്ലെങ്കിൽ ഒരു ബ്രെയിൻ റോട്ട് എന്ന ഒരു ഇത് കേട്ടിട്ടുണ്ടോ? ബ്രെയിൻ റോട്ട്, നമ്മളെ മെതിളെ റോട്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോശമാവുന്നുണ്ട്. കൂടുതൽ സ്ക്രീൻ മുമ്പ് ഇരുന്നാലല്ലേ അവർ പവർ അവർ ബ്രെയിൻ പവർ ടു തിങ്ക്, ടു അനലൈസ്, ടു ഇന്നോവേറ്റ്, ഇങ്ങനെയുള്ള നമുക്ക് എത്രയോ പവർ ഉണ്ട് നമ്മുടെ ബ്രെയിനിന്. ആ ബ്രെയിനിന്റെ പവർ തന്നെ നശിപ്പിച്ചു പോകും ഇഫ് യു സീ ടു മച്ച് സ്ക്രീൻ അല്ലേ? സ്ക്രീൻ വേണം, പക്ഷെ എന്തുകൊണ്ട് വേണം? ബിക്കോസ് ഞാൻ ഒരു IAS തയ്യാറാക്കുമ്പോൾ അല്ലേ, ഐ ഡിഡ് നോട്ട് ഗോ ഫോർ കോച്ചിങ് സെന്ററിലേക്ക് പോയിട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പഠിച്ചതാണ്. ഗസ്റ്റ് ഹൗസിൽ തന്നെ ഇരുന്നിട്ട് പഠിച്ചതാണ്. പക്ഷെ ഐ യൂട്ടിലൈസ്ഡ് എല്ലാ ഇന്റർനെറ്റിന്റെ എല്ലാ റിസോഴ്സും നന്നായിട്ട് ഉപയോഗിച്ചു. എനിക്ക് ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം വായിക്കുമ്പോൾ, ഒരു ഓൺലൈനിൽ
ഒരു ജനറൽ GK-യുടെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഇന്നൊരു ടാബിൽ ഇന്നൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് കുറച്ച് നോക്കാമോ എന്നൊരു ഇത് വരും. ബട്ട് വി യൂസ് ടു കൺട്രോൾ ദാറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ദിസ്. സോ എന്തൊക്കെ വേണ്ടി ഉപയോഗിക്കണം അത് നോക്കണം. ആൻഡ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആവട്ടെ വാട്ട് എവർ ദിസ് റീൽസ് ആൻഡ് ഓൾ ദിസ് തിങ്സ് നോക്കണം. ഫിക്സ് ടൈം വൈകുന്നേരം ഒരു 6 to 6:30 മതി അല്ലേ. കൂടുതൽ നോക്കിയാൽ ഇറ്റ് വിൽ ലീഡ് ടു ബ്രെയിൻ റോട്ട്. നിങ്ങളുടെ ബ്രെയിൻ പവർ തന്നെ അത് കുറവാക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഒറിജിനൽ തിങ്കിങ് അല്ലേ. വാട്ട് മേക്സ് എസ് ഹ്യൂമൻ ബീങ്? അനിമൽ നമ്മുടെ പശു പക്ഷികളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ്? ബിക്കോസ് വി ഹാവ് എ വെരി ഗുഡ് തിങ്കിങ് കപ്പാസിറ്റി അല്ലേ. സോ അത് തന്നെ നശിപ്പിച്ചു പോകും ഇഫ് യു ആർ ടു മച്ച് ഓൺ സ്ക്രീൻ. സോ ആ സ്ക്രീൻ ടൈമും കൃത്യമായിട്ട് കുറയ്ക്കണം. യെസ് യെസ് യെസ്. പിന്നെ മൂന്നാമത്തത് ലാസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു മേ ബിക്കം IAS ഓഫീസർ, യു മേ ബിക്കം പൊളിറ്റീഷ്യൻ, യു മേ ബിക്കം പോലീസ് ഓഫീസർ, എഞ്ചിനീയർ, ഡോക്ടർ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന ഒരു മനോഭാവം ഉണ്ടാവണം അല്ലേ. യെസ് യെസ്. നിങ്ങളുടെ ഒരു ജീവിത നിലവാരം നന്നായിട്ട് പോകുന്ന സമയത്തിൽ ഇപ്പോഴും കുറച്ച് പേര് പിന്നോക്കം നിൽക്കുന്നു അല്ലെ. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യെസ്. കേരളത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ മാതൃക ഉള്ളത് അല്ലെ. 2018 ഞാൻ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ആ സമയത്തിൽ 2018 ഒരു വലിയ ഫ്ലഡ്സ് ഉണ്ടായിരുന്നു. ആ സമയത്തിലല്ലേ ഐ വാസ് റിയലി ടച്ച് എന്ന് പറഞ്ഞാൽ ഒരു ട്രിവാൻഡ്രത്തിൽ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തിൽ കുറച്ച് ഫ്ലഡ്സ് കുറവായിരുന്നു. സോ നമ്മളൊരു കളക്ഷൻ സെന്റേഴ്സ് എൻ്റെ നേതൃത്വത്തിലും സബ് കളക്ടറുടെ നേതൃത്വത്തിലും ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ഷൻ സെന്ററിൽ തുടങ്ങി ചെയ്തത്. ആ സമയത്തിൽ ഒരു ചേച്ചി വന്നു ഓട്ടോയിൽ ചേച്ചി വന്ന് ചെറിയ പെൻഷനിലാണെങ്കിലും ഓട്ടോയിൽ വന്നു കുറേ സാധനങ്ങൾ കൊടുത്തിട്ട് പോയി ഫോർ ഫ്ലഡ് റിലീഫ്. സോ അങ്ങനെയുള്ള മനസ്സുകളാണ് കേരളത്തിലുള്ളത്. യെസ്. സോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. വാട്ട് എവർ വേർ എവർ യു റീച്ച്, ഏത് പദവി താങ്കൾ എത്തിയാലും, ബിക്കോസ് അത് നല്ല സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കൊടുക്കും. ആൻഡ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി അല്ലെ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. ഇങ്ങനെ ഒരു സംവിധാനം വരണമെന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ ടാക്സ് പേയേഴ്സ് മണി ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നമുക്ക് ഉപയോഗമായിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണോ ഹൗ ക്യാൻ വി ഗിവ് ഇറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി, എങ്ങനെ നമുക്ക് കുറച്ച് സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, കുറച്ച് പിന്നോക്കമുള്ളവരുടെ എങ്ങനെ ഹൗ ക്യാൻ വി സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം. യെസ് യെസ്.